അരുൺ ചേട്ടൻ ചോദിച്ച കണക്ക് ക്ഷേമ പെൻഷൻ 300-ൽ നിന്ന് 600-ആക്കി ഇരട്ടിയാക്കി കൊടുക്കുമെന്ന് ചോദിച്ചാലോ? അത് തന്നെ. എന്തായാലും അവർ ഇരട്ടിയാക്കും. കാരണം എന്ന് വെച്ചാൽ 50 രൂപ കിടന്ന പെട്രോളിന്റെ വില 100 രൂപയാക്കിയ ടീമാണ്. അതുകൊണ്ട് എന്തായാലും അവർ ഇരട്ടിയാക്കും. അതിൽ യാതൊരു സംശയം. പിന്നെ ചേട്ടൻ്റെ അടുത്താണ്, BJP-യുടെ പ്രതിനിധിയുടെ അടുത്താണ് ചോദിക്കാനുള്ളത്. ഈ മണിപ്പൂർ വിഷയം നമ്മുടെ രാജ്യത്ത് ഒരു ജനതയും അംഗീകരിക്കാത്തൊരു വിഷയമാണ് മണിപ്പൂർ. അതിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അതിനെന്താണ് ഉത്തരം? പിന്നെ ഇവിടെ കോടികളുടെ കണക്ക് ഇവിടെ നിർത്തുന്നുണ്ട്. ഇവിടെ ഓണത്തിന് പോലും 1 കോടി കൊണ്ട് കൊടുത്തതായിട്ട് അടൂർ പ്രകാശ് കൊടുത്തതായിട്ട് കാണാനില്ല. കോടി കൊടുക്കലല്ല. ഉത്തരം അതോ രതീഷ്? മറുപടി വേണ്ടേ? ആളുകളുണ്ട്. മറുപടി വേണ്ടേ? നമ്മുടെ രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് 1-2 കാര്യങ്ങൾ അറിയാൻ വേണ്ടി പ്ലീസ്. ഈ പെട്രോളിയം ചോദിച്ച മറുപടി കേൾക്കാനുള്ള നമ്മുടെ ഈ പെട്രോളിയം ഉൽപ്പന്നത്തിന് 50 രൂപ കേന്ദ്രം കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. വലിയ പ്രശ്നങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ സെസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാന സർക്കാർ പിരിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ സെസ് എത്ര രൂപയാണ് പിടിക്കുന്നത്? 2 രൂപ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ശൈലുണ്ടായിരുന്നു. ഈ കേരളത്തിലെ പാവപ്പെട്ടവന് വേണ്ടി ഭരിക്കുന്ന ഒരു സർക്കാരാണല്ലോ കേരളത്തിലുള്ളത്. എൻ്റെ ഒരു ചോദ്യം, പാവപ്പെട്ടവന് വേണ്ടി നിങ്ങൾ 2 രൂപ പോയിട്ട് 50 പൈസ കേന്ദ്ര സർക്കാർ അധിക നികുതി എടുത്തു മാറ്റിയപ്പോൾ കേരള സർക്കാർ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, നേരത്തെ എന്താ ചോദ്യം ക്ലിയർ അല്ലേ? കേന്ദ്ര സർക്കാർ കുറച്ച സമയത്ത് കേരളത്തിൽ പോലും നിങ്ങൾ 1 രൂപ കുറയ്ക്കാത്ത നിങ്ങളാണ് കേന്ദ്രത്തെ പരിചാരുന്നത്, പാവപ്പെട്ടവരാണ് സർക്കാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നേരത്തെ നിങ്ങൾ ഇവിടുത്തെ ഒരു ബഹുമാനപ്പെട്ട നമ്മുടെ ഒരു വനിതാ പ്രതിനിധി ചോദിച്ചു കയർ മേഖലയുമായി ബന്ധപ്പെട്ട്. ചിറയൻകീഴ് ആറ്റിങ്ങൽ പാർലമെന്റിലെ ഏറ്റവും വലിയ വിഷയങ്ങളൊന്നാണ് കയർ മേഖല. ആ കയർ മേഖലയുമായി ബന്ധപ്പെട്ട എറണാകുളത്തെ കയർ ബോർഡിന്റെ വികസന പദ്ധതികൾ, അത് ട്രെയിനിങ് മറ്റുള്ള കാര്യങ്ങൾ MSCയുടെ ഡിപ്പാർട്ട്മെന്റുമായി കേന്ദ്ര സർക്കാർ നേരിട്ട് നടത്തുന്ന MSC സെന്ററുകളുണ്ട്. അത്തരത്തിലുള്ള നിരവധി സെന്ററുകളിലൂടെ അതിന്റെ വിപണനവും അതിന്റെ ട്രെയിനിങ്ങും കൊടുക്കുന്ന സർക്കാരായി കേന്ദ്രത്തിൻ്റെ സർക്കാരുമാകുന്നു. ഒരു കാര്യം കൂടെ ചോദിച്ചു നിർത്താം. മണിപ്പൂരിന്റെ വിഷയം സൂചിപ്പിച്ചു. മണിപ്പൂരിന്റെ വിഷയം ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം എന്താണ് വസ്തുത എന്നുള്ളത്. രാജ്യത്തെ മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് അതൊരു വംശീയ കലാപമോ അല്ലെങ്കിൽ 2 രാഷ്ട്രീയ പാർട്ടിക്കാർ തമ്മിലുള്ള വിഷയമോ അല്ല. അത് മതപരം ഒരു സമുദായത്തില് ഞാൻ പറയാൻ ആഗ്രഹിക്കും. നമ്മൾ പറയാൻ പൂർത്തീകരിക്കുക. അത് മറുപടി പറയണ്ട, അവർക്ക് താല്പര്യമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി കിട്ടില്ല. മറുപടി പറയാൻ അനുവദിക്കണം. നിങ്ങൾ എന്തിനാ ബേളം വെക്കുന്നേ? അദ്ദേഹത്തോടല്ലേ ചോദിച്ചത്? എന്നാ പിന്നെ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല. നിങ്ങൾ ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയാം. അടുത്തൊരു ചോദ്യം ചോദിച്ചത് വിദ്യാഭ്യാസ മേഖലയിലെ കാര്യം ചോദിച്ചു. മണിപ്പൂർ വിഷയം ഞാൻ പറഞ്ഞല്ലോ, അത് രാഷ്ട്രീയമായ വിഷയമല്ല, അവിടുത്തെ മതപരമായ ഉണ്ടാകുന്ന സംഘർഷമാണ്. അതിനെ നമുക്കൊരിക്കലും കൂട്ടിയോജിപ്പിക്കാൻ പറ്റില്ല. രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് സംസാരിക്കുന്നതിൽ ചില കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയുമ്പോൾ തുറന്ന് സംസാരിക്കപ്പെടുന്ന സാഹചര്യമില്ലാത്ത കാര്യങ്ങൾ. ഈ നമ്മുടെ സ്കൂളിന്റെ വിഷയം അത് അദ്ദേഹം ബോധപൂർവം പറയാത്തതാണ്. ബോധപൂർവമല്ല, പരിവാര ശക്തികൾ ഒരു വംശത്തെ മുഴുവൻ ഇല്ലാതാക്കുന്നതാണ്. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരും കേരളത്തിലെ കോൺഗ്രസ്സുകാരും തെറ്റായ പ്രചരണത്തിന്റെ ഭാഗമായി പറയുന്നതാണ്. വസ്തുതകൾ കേരളത്തിലെയും മാറ്റങ്ങളുടെ ജനതക്കറിയാം. 2, സ്കൂളിലെ കുട്ടികൾക്ക്, ഇവിടുത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിലെ കുട്ടികൾക്ക് ഇവിടുത്തെ കഞ്ഞി മാറ്റി ഇവിടുത്തെ സർക്കാർ പറഞ്ഞത് സദ്യ കൊടുക്കുമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, സദ്യ പോയിട്ട് ഇന്നും കഞ്ഞി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേരളത്തിലെ വിദ്യാഭ്യാസം. അതുകൂടി സൂചിപ്പിക്കാൻ